എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. കുറെ സമയത്ത് ഈ പടത്തിന്റെ അല്ലെങ്കിൽ ആ പടത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് തോന്നി. കാരണം ദിലീപേട്ടന്റെ പടങ്ങൾ റിപ്പീറ്റ് അടിച്ച് കുറെ കണ്ടിട്ടുണ്ട്. ദിലീപേട്ടന് ഏതെങ്കിലും ഒരു പടം ഇതിനു മുമ്പ് ചെയ്ത ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ബബ്ബയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ ധനജയോട് പറഞ്ഞത് എന്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ, പുതിയതെന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനെപ്പോഴും ധനജയോട് പറയും, അത് വേണോ, പുതിയതെന്തെങ്കിലും പുതിയ ഇല്ലാട്ടാ, ഇത് ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ്, പിന്നെ നമ്മൾ ഇന്റർവെല്ലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസ്, അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക്. ലാലേട്ടനെ കൊണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിന്റെ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരുള്ള അടി, കാല് ഇതാക്കല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം, എന്നതൊരു എന്താ പറയാ, ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക എന്താ പറയുക. അതാണ് മുംബൈക്കും മണ്ണൊക്കെ ഇങ്ങനെ എയറിലേക്ക് പോകുക. സാധാരണ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സാധനം എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവൂടാ, നമ്മൾ ചോദിക്കും എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കുറെ ഇപ്പോഴത്തെ ഒരു വേർഷനില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട. അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവാതെ ഇങ്ങനെയാണ് കണക്റ്റഡ്. സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ്, വിനീതിന്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത്. അതുപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ എപ്പോഴും റിയലിസ്റ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഇനിയും പറയാം ബബ്ബ ഉണ്ട് എന്ന് പറയാം, ആ ഒരു രീതിയിൽ സിനിമ കാണുന്നവരുണ്ട്. അപ്പൊ ദിലീപേട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി. അപ്പൊ ബബ്ബയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ അതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട്? എനിക്കൊന്ന് മോക്കബോട്ടിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്റർ സൈഡിലൊക്കെ. അപ്പൊ അതിനൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ദിലീപേട്ടൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അല്ല, ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് ഏകദേശം 34 വർഷം. നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ്. സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ്. ഇതൊന്നും പഠിച്ചാൽ തീരൂല എന്ന് പറഞ്ഞാൽ ദിവസം ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു, ഇന്ന നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പുതിയത് കണ്ടുപിടിക്കുക. പിന്നെ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയേണ്ടത്, നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ്. അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ, ഇത് വേണോട്ടോ, അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാന്മാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് എന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളും അതിന്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ അതിന്റെ ഭാഗമാവുമല്ലേ. കഴിഞ്ഞ പടം ഒരു പുതുമുഖ സംവിധായകനാണ്, ഈ പടം പുതുമുഖ സംവിധായകനാണ്, അടുത്ത പടം ഒരു പുതുമുഖ സംവിധായകൻ. അപ്പം പുതിയ കാലങ്ങളിലേക്ക് പുതിയ കഥകൾ തേടിപ്പോകുന്ന ഒരു ദിലീപിന്റെ ഒരു ട്രെയിഡ് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ? ഞാൻ ഈ പടങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ലേ. ഇപ്പൊ ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാന്ന് വെച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട് പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്.
പുതിയ നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഒരുപാട് പേരുടെ സിനിമയിൽ അഭിനയിച്ചു. ജോണി ആന്റണി, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ച. അന്ന് ജോണി പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ള. ഇപ്പൊ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിന്റെ ആദ്യത്തെ സിനിമയാണ് അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പൊ പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പഴയതായാലും പുതിയതായാലും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം. ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പൊ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടാവുണ്ടോ, അതിലെ പ്രമേയം ഇഷ്ടാവുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു. ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷനുണ്ട്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു. അപ്പൊ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത്. അത് ആരുടെ സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയില്ല. അപ്പൊ പുതിയ സംവിധായകര് നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ. പഴയ സംവിധായകരുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവര് നല്ല സംഭവമായിട്ട് വന്നാൽ ഞാൻ അവരുടെ കൂടെ. ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനകത്ത് നിന്ന് ചെയ്യേണ്ട ഇതുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവും. അപ്പം ഇതിലെ കഥാപാത്രം വെച്ച് നോക്കുമ്പോഴേക്കും ദിലീപേട്ടന് എന്താ പറയാ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന ഒരു കഥാപാത്രമായിരുന്നു. ശരിക്കും ഇതേപോലെ ഒരു കഥാപാത്രം കിട്ടാനാണ് വെയിറ്റ് ചെയ്തത്. എനിക്ക് ഫ്രീഡമായിട്ട് എന്ത് ഇല്ല, എന്റെ ഫ്രീഡത്തിന് അതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ഇവര് കൺസീവ് ചെയ്ത സിനിമയാണ്. കഥാപാത്രത്തിന്റെ ഒരു ഫ്രീഡം അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ കഥാപാത്രം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഞാൻ ശരിയാണോ ചെയ്യുന്നത്, ഇതിങ്ങനെ മതിയോ, ഇത് ഇത്രത്തോളം മതിയോ എന്ന് ഇവർ ഓക്കെ പറയുന്ന ആ രീതിക്ക് തന്നെ ഞാൻ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കഥാപാത്രം എന്ന് വെച്ചാൽ അതിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ്. ഇങ്ങനെ ഇതാണ് നമുക്ക് വെച്ചാൽ അതിപ്പോ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലേട്ടൻ വരെ എപ്പോഴും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയാ ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ മീൻസ് ഒരു ഇതുമില്ലാണ്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ല എന്നുള്ളതല്ല, ആ ഡയറക്ടർ എന്താ ആഗ്രഹിക്കുന്നു അത് കൊടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ ആർഗ്യുമെന്റിലെങ്കിലും പോകും, അല്ല അത് കുഴപ്പമാവണില്ലേ, അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ഡയറക്ടർ 1-2 തവണ പറയും. അത് കഴിഞ്ഞാൽ ലാലേട്ടൻ വിടും, ശരി അദ്ദേഹത്തിന് അതാണ് ആവശ്യം കൊടുത്തേക്കാം. നമ്മൾ പിന്നെ ആർഗ്യ ചെയ്തത് വാങ്ങിച്ച് നമുക്ക് ചോദിക്കാൻ നമ്മുടെ രീതിക്ക് ആക്കാൻ ശ്രമിക്കും. ആക്കാൻ രീതിക്കല്ല, നമ്മൾ പറഞ്ഞത് അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം. ഈവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് ശ്രീനിവാസൻ. ഈ വിനീത് പോലും ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ബിഹേവ് ചെയ്തത്. വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ധ്യാൻ വിനീതുള്ള സീക്വൻസുകൾ കണ്ടതാണ്. നമ്മൾ ഒരുപാട് തിയേറ്ററിൽ പൊട്ടിച്ചിരിച്ചു പോയതാണ്. കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ് എന്റെ വീട്ടിൽ എന്നെ എന്റെ അച്ഛനെയും പറയണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാൽ ഞാൻ അത് സ്ക്രീനിലാണ് കണ്ടത്. എനിക്ക് അപ്പൊ കോമ്പിനേഷൻ ഇല്ല. അപ്പൊ ഞാനത് കണ്ടിട്ട് ധ്യാനിനോട് ചോദിച്ചു, ധ്യാൻ ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത്? കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ അത് വർഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ, അതോടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് പറയാം. അപ്പൊ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വിനീതിന് ദേഷ്യം അതൊന്നുമല്ല. അപ്പൊ ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക. കാരണം ഇതൊരു സ്പൂഫാണ്. വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം. കാരണം അത് വിനീതിന്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനഞ്ജയ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ്. അപ്പൊ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്.
നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവര് സിനിമ ഉണ്ടാക്കുന്ന സമയത്തും കഥ പറയുന്ന സമയത്തും ഇവർ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല. അത് ഐ എം ഡാം ഷുവർ. പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായി ഇവർ. കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആകുമ്പോൾ നമുക്ക് എഡിറ്റിന്റെ അപ്പം തന്നെ മറ്റേ പ്രൊജക്ട് റൂമിന്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്ര അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി. ഇന്നതല്ല. ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ 2 ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണെന്ന് അറിയാം. അത് പിന്നെ പോയി സെൻസറിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം, എന്നാലേ ക്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ. ഒരുപാട് സമയമെടുക്കും. പിന്നെ ഒരു മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. ദിലീപേട്ട, ഹലോ. ഇവിടെ ദിലീപേട്ട, ഇപ്പം ദിലീപിന്റെ കരിയറിന്റെ തുടക്കത്തിൽ ലാലേട്ടനെ ഒരുപാട് ദിലീപേട്ട അനുകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ദിലീപേട്ട ലാലേട്ടനുമായിട്ട് ഇപ്പം ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, അതുപോലെ കുറേ പടങ്ങൾ ചെയ്തു. 2020. അപ്പം എല്ലാവരും മലയാളികളെല്ലാം വന്നപ്പോൾ കിട്ടും ഉത്സവം. അപ്പം മലയാളികളെല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, മലയാളത്തിൽ സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള കോമ്പോ നിങ്ങളാണ് എപ്പോഴും പറയാറുണ്ട്. അപ്പം ലാലേട്ടനുമായിട്ട് റിയൽ ലൈഫിലുള്ളൊരു ആത്മബന്ധം ഈ ഒരു കോമ്പോയ്ക്ക് സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യം അതാണോ? എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിമിക്രി എന്ന സമയത്ത്. അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഉദർശിച്ചത് മുമ്പിലാണ്. അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കൈയടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ്, എങ്ങനെയാണ് പെർഫോം ചെയ്യണേ എന്നുള്ള രീതിയിൽ ഞാൻ പെർഫോം ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്യമായിട്ട് വർണ്ണപ്പകിട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി. പിന്നെയാണ് ഈ പറയുന്ന പോലെ 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ്, എല്ലാത്തിലും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു. പിന്നെയാണ് ചൈന ടൗൺ. എനിക്ക് തോന്നുന്നു ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിൽ ഉണ്ടായേക്കാം. കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പം എൻ്റെ സീനിയേഴ്സാണ്, മമ്മൂക്ക ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും. ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ. അപ്പം അന്ന് മുതൽ നമുക്ക് എനിക്ക് ആരോടും ഒരു ഈഗോ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പോയിട്ട് 2020 ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ പോകാം. ഞാൻ ഇപ്പുറത്തെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അതല്ല, ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം, എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരെ. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറയുന്നത് അവർക്ക് 100% എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അവരുടെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല. എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതിൽ ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്രയും, ആരാ സ്കോർ ചെയ്യണേ, അതൊന്നും ഞാൻ ചോദിക്കാറില്ല. ഇത്രയും സിനിമകളിൽ ഞാൻ അവരുടെ കൂടെ അഭിനയിച്ച ഈ 4 പേരുടെ കൂടെ അഭിനയിച്ച സിനിമയിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാം. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അവരോടുള്ള വിശ്വാസമൊക്കെയാണ്. അപ്പം ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം ബബാബയിൽ ഒരുപാട് റെഫറൻസസ് വന്നു ദിലീപേട്ട ഒരുപാട് സിനിമകളിൽ. അപ്പൊ ദിലീപേട്ട ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതൊരു റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സീൻ ഏതായിരിക്കും ബബാബയിൽ ഇപ്പൊ ചെയ്തതിൽ? അല്ല, അതേ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഇഷ്ടത്തിനാണ് ആ സംഭവങ്ങളെല്ലാം ചെയ്തത്. നമ്മൾ പുതിയത് ആഗ്രഹിക്കുന്നു. ഇവരെടുത്തതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ഭായി ഒരു വണ്ടിയായിട്ട് വരുന്നു. നിങ്ങളത് അതിന്റെ വേറെ വേർഷൻ വാളാർപരം അവര് റൺവേയിൽ കണ്ടിട്ടുള്ളതാണ്. പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാൻ മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ. അപ്പൊ അത് അങ്ങനെ തന്നെ വേണം. അതൊക്കെ ഭയങ്കര ഓളോണും തിയേറ്ററിൽ ഉണ്ടാക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ വിളയാടുന്ന ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടില്ല. ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 8-10 വർഷമായിട്ട് അല്ലേ. ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ, ഇപ്പൊ
എന്താ പറയുക, ന്യൂ ജനറേഷൻ ഒരു മെച്യൂർഡ് ഇതിലേക്ക് വരില്ലേ, ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മൾ അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് അതിപ്പോൾ എല്ലാവരും കുറേ കമൻസുകളും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവരുടെ മുമ്പിലെത്താൻ പറ്റി. അത് ശരിയാണ്, ഈ സിനിമയിലൂടെ യൂത്തിൻ്റെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവര് ചെറിയ മിനി സ്ക്രീനിൽ കണ്ട കാര്യങ്ങൾ അവർ ബിഗ് സ്ക്രീനിൽ വേറെ രീതിയിൽ കണ്ടു. അത് ധനജയുടെ കാൽക്കുലേഷൻ, അവരുടെ ചിന്ത, അത് വർക്കൗട്ടായി. നമുക്ക് ഈ സ്പൂഫ് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു, ഇത് ബാക്ക് ഫെയർ ചെയ്യോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. അതാണ് നമ്മൾ ഇതൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് വിട്ടേക്കുന്നത്. ദിലീപേട്ട ഫസ്റ്റ് ഹാഫ് ദിലീപേട്ട ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റിൽ ഇടുന്ന ഒരു സീനുണ്ട്. അതെങ്ങനെയായിരുന്നു ശരിക്ക്? ചൂടുണ്ടായിരുന്ന മൊത്തത്തിൽ ചൂടായതുകൊണ്ട് ചൂടാർന്നില്ല. അത് ആ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് മുണ്ട് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോ പോക്കറ്റാണ് കണ്ടാവേ. അതിനകത്ത് വെച്ചപ്പോ ഓക്കെ ഒക്കെ അങ്ങോട്ട് വിട്ടു. അതാണ് ഉണ്ടായത്. പിന്നെ അങ്ങനെയുള്ള സാധാരണ നമ്മൾ കുടിക്കുമ്പോൾ ഇത്തിരി ചൂട് കുറച്ച ചായയൊക്കെ വിട്ടുള്ളൂ. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതോടാണ് മണിച്ചേട്ടന്റെ പാട്ട് വെച്ചിട്ട് ഫൈറ്റ് ഉണ്ട്. അത് ഗംഭീരമായിട്ട് തിയേറ്ററിൽ ആഘോഷിച്ചായിരുന്നു. അത് തുടക്കത്തിൽ ഇതിന്റെ മണിച്ചേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു. 3 4 പാട്ട് വരുന്നുണ്ട്. 3 പാട്ട് ഇല്ല. ആദ്യം നമ്മളിങ്ങനെ ധനിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കും തോന്നി, കാരണം വെച്ചാല് മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും മണീനെ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ പറഞ്ഞു നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് ആദ്യം ഇവര് ആ പാട്ട് മൊത്തത്തിൽ ബട്ട്ലറുടെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ, അതിനേക്കാൾ നല്ലത് വേറെ പാട്ടും കൂടി എടുക്കുക. അപ്പോഴാണ് മണിയുടെ പാട്ടും പിന്നെ ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടും. അപ്പോൾ ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു അടുത്ത എൻട്രി വരാൻ പോവുകയാണെന്ന് ചിലപ്പോൾ ഇതാ. പക്ഷെ ലാലേട്ടനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളാ മോഹൻലാൽ ഫാൻസ് ഒക്കെ ആ സമയത്ത് നാച്ചുറലി ലാലേട്ടൻ ഈ സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വരവുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ആഘോഷമാക്കാന്ന് പറയില്ല. അപ്പൊ യൂത്തിന് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കാവുന്ന പാട്ടുകളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഗോപി മിക്സ് ചെയ്യും, റീമിക്സ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ. കുറച്ചു കാലം മുന്നേ ഒരു ഫിലിം അനൗൺസ് ചെയ്യുന്നത് പറക്കും പപ്പൻ. അതിന്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അതിപ്പോ ഉടനെ തന്നെ ഉണ്ടാവും. ദൈവം അനുഗ്രഹിച്ച് ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി. സൂപ്പർ ഹീറോ പരിപാടിയാണ്. കാണ് അന്ന് ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ലോക്കലാണ് പപ്പൻ. ഒരു ലോക്കലാണ്, സാധാരണക്കാരൻ. ലോക്കൽ സൂപ്പർ ഹീറോ. അല്ല, ഒരുപാട് ആൾക്കാർ വന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന മൊമെന്റ്, അതിൽ എന്നെ ഹേർട്ട് മീൻസ് നമ്മൾ ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വന്നോടനെ ചേർത്ത് പിടിച്ച് ഒരു അമ്മൂമ്മ വന്നിട്ട് ഉമ്മയൊക്കെ ചെയ്തു. മീൻസ് അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈ നേരെ കണ്ടിട്ടില്ല, ഒന്നുമില്ല, എന്നെ സ്ക്രീനിലൂടെ മാത്രം കണ്ട് നമ്മളോടുള്ള സ്നേഹം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലേ നമ്മുടെ ഒരു സിനിമ വന്ന സമയത്ത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ വന്ന എടുത്തു പറയേണ്ട പടങ്ങളിലൊന്നാണ് പപ്പ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇന്നലെയൊക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ആവേശം, അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കവിത തിയേറ്ററിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി വന്നു. പിന്നെ ഇപ്പം അതിന് ശേഷമാണ് ഫാമിലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ ആശീർവാദ് സിനിമാസിൽ പോയപ്പോഴാണ് ഫാമിലിയുടെ ഇടയിൽ നിന്നാണ് ഒരു അമ്മൂമ്മ ഓടി വന്നിട്ട്, പിന്നെ അത് ഞകത്ത് നിന്നപ്പോൾ അപ്പൂപ്പിന് കുറേ പേര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ. കണ്ണപ്പോഴും അറിയുന്ന അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കണ്ണറിയില്ല. നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്നു എന്ന് പറയുന്നില്ലേ.